ഹലോ ചേച്ചി, ഞാനാ ചേച്ചി. ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എൻ്റെ ഒരു ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാവുന്ന ഒരു വാർത്തയാണ് പത്തനംതിട്ട റാന്നിയിൽ നടന്ന ഒരു കല്യാണത്തെ പറ്റി. അതായത് ഇറ്റലിയിൽ നിന്ന് ഒരു പയ്യൻ ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിയെ എന്നിട്ട് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ മനസ്സിലാക്കുന്നു ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നു. ആ പെൺകുട്ടിക്ക് ഇട്ടുകൊടുത്തേക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു മേടിച്ചിട്ട് ഇവൻ തിരിച്ച് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു വാർത്തയായിരുന്നു എല്ലാവരും കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ഒന്നും അല്ലായിരുന്നു. ശരിക്കും ഇവനും ഇവന്റെ ഫാമിലിയും കൂടെ ആ ഒരു വാർത്ത അടിച്ചിറക്കിയതാണ് എന്നാണ് പറയണത്. അതായത് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയുമായിരുന്നു ആ ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. അതായത് ഇത്തരത്തിലുള്ള വായി നോക്കികളൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇവനൊക്കെ ശരിക്കും ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുന്നത്, ഈ ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുമെന്നറിയോ? ഇനിയിപ്പോൾ ആ നാട് നീളെ ഇതായിരിക്കും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെ ഇടവകയിലുള്ള എല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും തോന്നിവാസമല്ലേ ഈ ചെറുക്കൻ ശരിക്കും കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വന്ന വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഫോട്ടോ കണ്ട് ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ്. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാ. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. ഇവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറേഞ്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. ഇവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഞാനിത് അറിഞ്ഞായിരുന്നടാ. ഇന്നലിപ്പോ ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പവന്റെ മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷെ അപ്പൊ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ചു അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി. 12-1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി 6 ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ? ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആളിനെയാ കാണുന്നത്. അറിയോ? അയ്യോ അവന. അപ്പം ഇതായിരുന്നു ആ ഒരു വോയിസ്. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഏതോ ഇടവകയിലുള്ള ഗ്രൂപ്പുകളിലോ അങ്ങനെ കണ്ട് വന്നൊരു വോയിസ് എങ്ങാണ്ടാണ് ഈ ഒരു സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ജെൻഡറിന്റെ കഥ ആരാണ് ഇവിടെ അടിച്ചിറക്കിയെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും ഈ ചെറുക്കന്റെ ഫാമിലി തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ഇപ്പൊ ഇതിന്റെ പുതിയൊരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വിചാരിച്ചത്രയും സൗന്ദര്യമൊന്നും ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു. അതിന്റെ പേരിലാണ് ഇവൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ കാരണമെന്ന് ഈ പെൺകുട്ടിയുടെ ചേച്ചിയെടുത്ത് ഇവൻ പറയുന്ന ഒരു വോയിസ് ഇപ്പൊ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹലോ ചേച്ചി, ഞാനാ ചേച്ചി. ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവളൊക്കെ അറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് 2 ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്.
അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. അപ്പൊ ഇതായിരുന്നു ആ ഒരു വോയിസ്. ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാര്യം ഇത്തരത്തിലുള്ള തെമ്മാടികളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇതൊന്നും അറിയത്തില്ലായിരുന്നോ? ഇവന് ഇപ്പോഴായിരുന്നു ഇവന് ബോധം വന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവന് മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിച്ചത്രയും സൗന്ദര്യം എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി അല്ലായിരുന്നു എന്ന്. തോന്നിവാസമല്ലേ കാണിക്കുന്നത്? ആ ഒരു പെൺകുട്ടിയുടെ ലൈഫും കൂടി ഇവൻ ചിന്തിക്കണ്ടേ? കാര്യം ഇവൻ എന്തായാലും കൈ ഒഴിഞ്ഞ് ഇവന് താല്പര്യമില്ലെന്നും പറഞ്ഞ്. പക്ഷെ ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇപ്പം കുറേ ആയി ഈ അടുത്ത് വരുന്നു. ഇന്നലെ വിഷ്ണുജിയുടെ ഒരു ന്യൂസ് നിങ്ങൾ കേട്ടതാണ്. ആ പെൺകുട്ടിയെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ബൈക്കിന്റെ ബാക്കിൽ പോലും കയറ്റി പോകത്തില്ലായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള തെമ്മാടികളത്ത് ശരിക്കും പറയാനായിട്ട് മറുപടികളില്ല. ഇവന്റെയൊക്കെ പേരിൽ ആക്ഷൻ എടുക്കണം. സമൂഹത്തിന്റെ മുന്നിൽ ആ ഒരു പെൺകുട്ടിയെ എങ്ങനെയായിരിക്കും ഇനി കാണാൻ പോകുന്നത്? ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കുറ്റകരമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത്. പക്ഷെ എന്നാൽ പോലും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ഒരു പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ്, അതിന്റെ പേരിൽ ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹത്തിന്റെ മുന്നിൽ ആ ഒരു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഡ്രോമയിലൂടെ ആയിരിക്കും ആ പെൺകുട്ടി കടന്നു പോകുന്നത്. ഇവന്റെ പേരിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം. ഒരു പക്ഷേ ഇവനെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ബന്ധം കാണുമായിരിക്കാം. അതിന്റെ പേരിലായിരിക്കും മേ ബി ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് അടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഇവൻ ഇങ്ങനെയൊക്കെ മനസ്സിലാവുന്നത്? എന്തായാലും ഇവരുടെ നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ചീറ്റിംഗ് തന്നെയാണ് സംഭവം. ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ പപ്പായ ഉണ്ടല്ലോ, നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ടുണ്ട് ആള് മരിച്ചിട്ട്. എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ. ഇതിന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ 2-3 റിലേറ്റീവ്സിന്റെ വീടുമുണ്ട്. അപ്പൊ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പം മുതൽ ഇരുന്ന് ആലോചിച്ചു, ഈ കൊച്ചിനെ ഞാൻ അറിയുന്നതാണല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നതാ സംഭവം. ഈ ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാ. പട്ടായിൽ നിന്നാണ് അവരുടെ വീട്ടിൽ വരെ. ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്. പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നോ? ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത്. തിരുമേനിയാ കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ, പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. ചെറുക്കനൊരു സൈക്കോ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ അയാളെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ വിട്ടിട്ട് ഇവൻ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണ ആണാ മറ്റേന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയേക്കും. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഐത്തലപ്പള്ളി വന്ന് അനുവചനമൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്കോ. ചെറുക്കനെ ഇവിടെ തിരിച്ചു വിളിപ്പിക്കും ഇവിടെ. അപ്പൊ യവൻ ഒരു സൈക്കോ ആണെന്നാണ് ആ നാട്ടുകാർ പറയണത്. കല്യാണം കഴിഞ്ഞിട്ട് അവിടെയുള്ള പന്തലുകാർക്കായാലും കാറ്ററിംഗ് സർവീസുകാർക്ക് അവർക്കായാലും ഇവൻ പൈസ പോലും സെറ്റിൽ ചെയ്യാതെയാണ് ഇവൻ തിരിച്ച് ഇറ്റലിയിലേക്ക് കയറിപ്പോയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു മാനക്കേടിന് തീർച്ചയായിട്ടും ഇവൻ സമാനം പറയണം. കാര്യം ഇത്തരത്തിലുള്ള നാറികൾ ഇനിയും ഇതുപോലുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവനെ ഒന്നും ഒരു വീട്ടിലും അടുപ്പിക്കരുത്. അത് ഒരു പക്ഷേ ഇവനെന്തോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ അടിച്ചിറക്കുമോ? അതായത് ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ്, അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ അടുത്ത് എന്തോ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറാനൊക്കെ നോക്കി. ആ പെൺകുട്ടി അവിടെ കിടന്ന് നില വിളിച്ചു. അതിനുശേഷം ഇവൻ നൈസായിട്ട് അങ്ങ് തടി തപ്പി. ഇവനായിരിക്കും എന്തോ പ്രശ്നം ഉണ്ടായത്, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആ പെൺകുട്ടിക്കല്ല, ഇവൻ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് നാട് നിങ്ങളെ അറിയുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇവൻ മേ ബി മുങ്ങിയത്. എന്തായാലും ഡേ ബൈ ഡേ വളരെ വിചിത്രമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.